നമസ്കാരം. അടൽ ബിഹാരി വാജ്പേയിയും ലാൽകൃഷ്ണ അദ്വാനിയും ഭാരതം ഭരിച്ചപ്പോൾ അന്ന് ഈ ഇരു നേതാക്കൾക്കും ഭാരതീയർ ഇട്ട പേര് എന്നത് നവഭാരതത്തിലെ കൃഷ്ണാർജുനന്മാർ എന്നായിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ഭാരതം ഭരിക്കുമ്പോൾ ഇന്ന് അവരെ അല്ലെങ്കിൽ ഈ നേതാക്കളെ വിളിക്കുന്നത് നവഭാരതത്തിലെ രാമലക്ഷ്മണന്മാർ എന്നാണ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ ഉണ്ടായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തരംഗം സൃഷ്ടിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ അടിക്കുറിപ്പായി പലരും എഴുതിയിരിക്കുന്നത്, ഭൂരിഭാഗം പേരും എഴുതിയിരിക്കുന്നത് നവഭാരതത്തിലെ രാമലക്ഷ്മണന്മാർ എന്നാണ്. അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് തീർക്കുന്ന വിസ്മയങ്ങൾ, അതാണ് സമൂഹ മാധ്യമങ്ങളിലെ ഒട്ടേറെ പേരെയും ആകർഷിക്കുന്നത്. ഇന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെ നിഷാൻ പബ്ലിക് സ്കൂളിലാണ് വോട്ട് ചെയ്യാനെത്തിയത്. ഗാന്ധിനഗറാണ് മണ്ഡലം. അമിത്ഷായാണ് സ്ഥാനാർത്ഥികൾ. അമിത്ഷായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോളിംഗ് ബൂത്തിലേക്ക് സ്വാഗതം ചെയ്തത്. ഇരുഭാഗത്തും, റോഡിൻ്റെ ഇരുഭാഗത്തും വൻ ജനാവലി നരേന്ദ്രമോദിയെ കാണാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പോളിംഗ് ബൂത്തിലേക്ക് കയറിപ്പോയതും അവിടെ നിന്ന് തിരിച്ചിറങ്ങിയതും ഒരു വലിയ റോഡ് ഷോയുടെ തന്നെ പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു. വോട്ട് ചെയ്തുകൊണ്ട് ആ മഷി അടയാളം പുരട്ടിയ വിരൽ അത് ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് നരേന്ദ്രമോദി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നത്. ഹർഷാരവത്തോടുകൂടി വോട്ടർമാരും ജനങ്ങളും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ രീതിയിൽ അഹമ്മദാബാദിൽ അല്ലെങ്കിൽ ഗുജറാത്തിനെ മൊത്തത്തിൽ ഇളക്കിമറിക്കുന്ന ഒരു റോഡ് ഷോ ഇഫക്റ്റ് നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വോട്ട് രേഖപ്പെടുത്തലും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമെല്ലാം. തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും തീർക്കുന്ന വിസ്മയങ്ങൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത്, ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് അവർ തീർക്കുന്ന നേട്ടങ്ങൾ, ഇതെല്ലാം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നമ്മൾ കണ്ടത്. ഗുജറാത്തിലെ 25 ലോക്സഭാ മണ്ഡലങ്ങളും 25 ലോക്സഭാ മണ്ഡലങ്ങളും ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലായി മുഴുവൻ ലോക്സഭാ സീറ്റുകളും വിജയിക്കുന്നത് BJP ആണ്. ഗുജറാത്തിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളും വിജയിക്കുന്നത് BJP ആണ്. ഇത്തവണയാകട്ടെ ഗുജറാത്തിലെ സൂററ്റ് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ BJPയെ എതിരില്ലാത്തത് കാരണം വിജയിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനപ്പുറം 25 സീറ്റുകളിലേക്ക് ഇന്ന് മത്സരം നടക്കുകയാണ്. ഗാന്ധിനഗർ സീറ്റിൽ വലിയ പ്രകടനം പുറത്തെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് അവിടെ മത്സരിക്കുന്നത്. അമിത്ഷായാണ് അവിടെ സ്ഥാനാർത്ഥി. അമിത്ഷായാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ, വോട്ട് ചെയ്യാനെത്തിയ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് എന്ന് നമ്മൾ കണ്ടു. ഈ രീതിയിൽ വലിയ തരംഗം സൃഷ്ടിക്കുകയാണ്. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 2 ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം കുറവാണെന്നും ഇത് BJPയെ ആശങ്കയിലാക്കിയിട്ടുണ്ട് എന്നുമുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പല വിദഗ്ധരും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ BJP തന്നെ 3ാം തവണയും അധികാരത്തിൽ വരും എന്ന ഒരു വിശ്വാസം പ്രതിപക്ഷ പാർട്ടികളിലടക്കം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് ഒരു വലിയ നേട്ടം തന്നെയാണ്. അത് കാരണം BJP വിരുദ്ധ ക്യാമ്പുകളിൽ ഒരു നിരാശയുണ്ട്. ആ നിരാശയായിരിക്കാം വോട്ടിംഗ് ശതമാനത്തിൽ പ്രതിഫലിക്കുന്നത്. പക്ഷേ BJPയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ BJPയുടെ വോട്ടുകൾ അത് കൃത്യമായി പോൾ ചെയ്യപ്പെടുകയാണ്. അവർ വലിയ ഉത്സാഹത്തിലാണ് എന്ന് തെളിയിക്കുന്നതാണ് 3ാം ഘട്ട തെരഞ്ഞെടുപ്പ്. കാരണം 3ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 94-ൽ 77 മണ്ഡലങ്ങളും BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഗുജറാത്തും മധ്യപ്രദേശും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെയും ഗോവയിലെയും ഒക്കെ ലോക്സഭാ മണ്ഡലങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ 3ാം ഘട്ടത്തിൽ വലിയ ആവേശമാണ് കാണാൻ കഴിയുന്നത്. ഈ മണ്ഡലങ്ങളിലെല്ലാം കനത്ത വോട്ടിംഗ് അല്ലെങ്കിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.